ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ പുത്രോ മഹായോഗി സമദൃഗ് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. തസ്യ പുത്രോ മഹായോഗി. തസ്യ എന്ന് പറഞ്ഞാൽ ആ വ്യാസമഹർഷി, ഇവിടെ വ്യാസമഹർഷിയുടെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ, അതുകൊണ്ട് പറയുകയാണ് ആ വ്യാസമഹർഷിയുടെ പുത്രൻ മഹായോഗിയായിട്ടുള്ള പുത്രനും കൂടിയാണ്. വ്യാസമഹർഷിയുടെ പുത്രൻ എന്ന് തന്നെയല്ല, ശ്രീശുക മഹർഷിയുടെ പ്രത്യേകത മഹായോഗിയും കൂടിയാണ്. സമദൃക് നിർവികൽപക, സമത്തിൽ ദൃഷ്ടിയോട് കൂടിയവനും, അതായത് ഭേദചിന്തയില്ലാതെ താൻ ഉൾപ്പെടെയുള്ള സർവചരാചരങ്ങളും ഈ പ്രപഞ്ചവുമെല്ലാം ആ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ ഭാഗം മാത്രമാണ്. അതിലാണ് ഇതെല്ലാം നിൽക്കുന്നത്, ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ആ പരമാർത്ഥജ്ഞാനം വേണ്ടുവോളം ഉറച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സമദൃക് എന്ന് പറഞ്ഞത്. കഴിഞ്ഞില്ല, നിർവികൽപക, വികൽപ്പമില്ലാത്തവനുമായിരുന്നു, ഭേദചിന്തകളില്ലാത്തവനായിരുന്നു. അങ്ങനെയുള്ള ആ ശ്രീശുക മഹർഷി ഏകാന്തമതിരുന്നിദ്രോ, ഏകാന്തമതി ഉന്നിദ്രഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഏകാന്തമതിരുന്നിദ്രോ. ഏകാന്തമതി എന്ന് പറഞ്ഞാൽ ഏകത്തിൽ തന്നെ വ്യാപരിക്കുന്ന മതിയോട് കൂടിയെന്ന് പറഞ്ഞാൽ ബുദ്ധിയോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞതുപോലെ സർവവും ഈ ഒരു പരബ്രഹ്മസ്വരൂപം തന്നെയാണ് താനും തൻ്റെ ചുറ്റിനുമുള്ള ഈ പ്രപഞ്ചവും സർവചരാചരങ്ങളും. അതിൽ ദേഹമോ സ്ത്രീ പുരുഷഭേദമോ മനുഷ്യ മൃഗ പക്ഷി തുടങ്ങിയ അല്ലെങ്കിൽ വൃക്ഷലതാദികൾ എന്നുള്ള ഭേദമോ ഇല്ലാതെ സർവവും സർവയിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മത്തെ മാത്രം കാണുകയും അതിൽ മാത്രം ലയിച്ച് ആ പരമാനന്ദത്തിൻ്റെ ഭാഗമായി ജീവിക്കുകയും ചെയ്ത മഹാത്മാവായിരുന്നു ശ്രീശുക മഹർഷി. അതുകൊണ്ടാണ് ഏകാന്തമതി, ഒന്നിൽ മാത്രമായിരുന്നു ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭേദമില്ല, തൻ്റെ ചുറ്റിനും തന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ, ആ രീതിയിലായിരുന്നു. ഉന്നിദ്രഹ എന്ന് പറഞ്ഞാൽ നിദ്രയിൽ നിന്ന് ഉണർന്നവനായിരുന്നു, അഥവാ മായയിൽ നിന്ന് മായാബന്ധിതനായിരുന്നില്ല എന്ന് അർത്ഥം. ഭഗവാനെ പോലെ തന്നെ, ഭഗവാന്റെ തന്നെ ഭാഗമായി ഭഗവാനിൽ തന്നെ നിന്നിരുന്ന ഒരാളിനെ മായയ്ക്ക് ബന്ധിക്കാൻ കഴിയാത്തതുപോലെ, കാരണം മായയ്ക്ക് ബന്ധിക്കണമെങ്കിൽ ഭഗവാനെയും കൂടെ ചേർത്ത് വേണം. നമ്മൾ മാർക്കണ്ഡേയൻ്റെ കഥ കേട്ടിട്ടുള്ളതുപോലെ കാലന് കയറിടണമെങ്കിൽ ആ ശിവലിംഗത്തെയും കൂടെ ചേർത്ത് കയറിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അതിന് കഴിയാതെ കാലൻ വിഷമിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇവിടെ മായയ്ക്ക് ഭഗവാൻ തന്നെയായി ഭഗവാനിൽ ലയിച്ച് ഭഗവാനുടെ തന്നെ ഒരു ഭാഗമായി നിൽക്കുന്ന ശ്രീശുക മഹർഷിയെ മായയ്ക്ക് അതീതൻ എന്ന് വിളിക്കാൻ കാരണം മായയ്ക്ക് സ്പർശിക്കുവാൻ കഴിയുമായിരുന്നില്ല. മായയുള്ളിടത്തെ ദേഹഭേദമുള്ളൂ. സ്ത്രീയെന്നോ പുരുഷനെന്നോ വൃക്ഷലതാദികളെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ ചരമെന്നോ അചരമെന്നോ ഒക്കെയുള്ള ഭേദം വരുന്നത് മായയാൽ ബന്ധിതരാകുമ്പോൾ മാത്രമാണ്. ഇവിടെ അതിനതീതനായിരുന്നു. അതുകൊണ്ടാണ് നിദ്രയിൽ നിന്നുണർന്നവൻ അഥവാ മായാനിദ്രയിൽ നിന്നും ഉണർന്നവനും ഗൂഢോ മൂഢ ഇവേയതേ. ഗൂഢ വളരെ നിഗൂഢനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അവ്യക്തമായ സ്വരൂപത്തോടു കൂടിയവനായിരുന്നു. അഥവാ ഈ ഒരു ഭാവത്തെ, ശ്രീശുക മഹർഷിയുടെ ഈ ഒരു ഭാവത്തെ മറ്റുള്ളവർക്ക് ഗ്രഹിക്കുവാൻ അത്ര എളുപ്പമായിരുന്നില്ല. നിഗൂഢമല്ലാത്തതൊക്കെ ബാക്കിയുള്ളവർക്ക് എളുപ്പം ഗ്രഹിക്കുവാൻ കഴിയും. ഇവിടെ നിഗൂഢമായിരുന്നു എന്ന് പറയുവാൻ കാരണം ഒന്നിനോടും അറ്റാച്ച്മെൻറ്റോ ഡിറ്റാച്ച്മെൻറ്റോ ഇല്ലാത്ത, ഒന്നിനോടും ഭേദഭാവമില്ലാത്ത, എന്നാൽ ആ ബ്രഹ്മസ്വരൂപം അങ്ങനെ പൂർണ്ണമായി ശോഭിച്ച് നിന്ന
പരമജ്ഞാനിയായ ഒരു മഹാത്മാവായിരുന്നു ശ്രീശുക മഹർഷി. അതുകൊണ്ട് തന്നെ അവ്യക്തമായിരുന്നു, നമുക്ക് ഗ്രഹിക്കാവുന്നതിനപ്പുറമുള്ളത് അവ്യക്തമാവുന്നത് പോലെ. അതുകൊണ്ടാണ് ഇവിടെ ഗൂഢ എന്ന വാക്ക് ഉപയോഗിച്ചത്. പിന്നെയോ മൂഢ ഇവേയത്തെ, മൂഢ എന്ന് പറഞ്ഞാൽ മൂഢ ഇവ ഈയതയാണ്, മൂഢ ഇവേയത്തെ. മൂഢ ഇവ എന്ന് പറഞ്ഞാൽ ഒരു മൂഢനെ പോലെ ഈയത്തെ കാണപ്പെടുകയും ചെയ്തിരുന്നു. ശ്രീശുക മഹർഷി മഹായോഗിയായിരുന്നു. ഏകമായിട്ടുള്ള ആ പരബ്രഹ്മ ചൈതന്യത്തിൽ മനസ്സ് പൂർണ്ണമായും ലയിച്ചു ചേർന്നിരുന്ന മഹാത്മാവായിരുന്നു. മായ പോലും സമീപിക്കുവാൻ ഭയന്ന് മാറി നിന്നിരുന്ന മഹാത്മാവായിരുന്നു. വികൽപ്പങ്ങളില്ലാത്തവനായിരുന്നു. എല്ലായിടത്തും സമദൃഷ്ടിയോടുകൂടി ഭേദഭാവങ്ങളില്ലാത്ത ജ്ഞാനിയായിരുന്നു. അവ്യക്തമായിട്ടുള്ള സ്വരൂപത്തോട് സ്വഭാവത്തോടു കൂടിയവനായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യാസഭഗവാന്റെ പുത്രനായ ശ്രീശുക മഹർഷി പക്ഷേ ഒരു മൂഢനെ പോലെ കാണപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു മഹായോഗിയിൽ നിന്നും ഈ ഭാഗവത കഥ ശ്രവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച പരീക്ഷിത്ത് മഹാരാജാവ്, ഒരു പക്ഷേ മറ്റുള്ളവർക്കൊക്കെ ഗ്രഹിക്കുവാൻ കഴിയുന്ന മാഹാത്മ്യത്തിലുമൊക്കെ എത്രയോ അപ്പുറമായിരുന്നു ശ്രീശുക മഹർഷിയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരീക്ഷിത്ത് മഹാരാജാവിനെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ സഹ ഉദരനായി ഭഗവാൻ വന്ന് രക്ഷിക്കുക മാത്രമായിരുന്നില്ല, ജനനം മുതൽ മരണം വരേക്കും ഭഗവാന്റെ കരുതൽ, ഒടുവിൽ ഭഗവാനെ പോലെ തന്നെ ഭഗവാൻ തന്നെയായി മാറിയിരുന്ന നിർവികൽപ്പ സ്വരൂപമായിരുന്ന ശ്രീശുക മഹർഷിയിൽ നിന്നും ഭാഗവത കഥ കേട്ടുകൊണ്ട് ഭഗവാനിലേക്ക് ലയിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചു പരീക്ഷിത്ത് മഹാരാജാവിന്. അത് ഭഗവാന്റെ ഒരു ലീലയാണ്, ഭഗവാന്റെ ഒരു നിയോഗമായിരുന്നു, ഭഗവാന്റെ ഒരു കരുതലായിരുന്നു, അനുഗ്രഹമായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിന് ലഭിച്ചത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്യ പുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയത്തെ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സമദൃങ് നിർവികൽപക, അവിടെ തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഏകാന്തമതിരുന്നിദ്രോ, രായുടെ ഉകാരം ശ്രദ്ധിക്കുക, ഉന്നിദ്രഹ ആണ്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. ദൃഷ്ട്വാനുയാന്തം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിദധുർനസുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗദുസ്തവാസ്തി സ്ത്രീപുംഭിത നതു സുതസ്യ വിവിക്തദൃഷ്ടേ. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ശ്രീശുക മഹർഷിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ശ്രീശുക മഹർഷിയുടെ മഹത്വത്തെ ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ സ്ഥാപിക്കുകയാണത്. ദൃഷ്ട്വാനുയാന്തം ഋഷിമാത്മജമപ്യനഗ്നം. ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, ഇവിടെ കുറച്ചധികം പദങ്ങളുണ്ട്. അനുയാന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനുഗമിച്ചുകൊണ്ടിരുന്ന, കൂടെ വന്നുകൊണ്ടിരുന്ന ഋഷിം, ആ ഋഷിയെ, വ്യാസമഹർഷിയെ, ആത്മജം തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷിയെ,
അപി അനഗ്നം. അപി എന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും, അനഗ്നം എന്ന് പറഞ്ഞാൽ നഗ്നനല്ലായിരുന്നുവെങ്കിൽ കൂടിയും. നോക്കൂ, പുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷിയെ അനുഗമിച്ചു കൊണ്ടുവന്നിരുന്ന വ്യാസമഹർഷി പക്ഷേ നഗ്നനല്ലായിരുന്നു. ശ്രീശുക മഹർഷി നഗ്നനായിരുന്നു, കാരണം അദ്ദേഹത്തിന് ദേഹബോധമുണ്ടായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു സദാ ഭാഗവത കഥയിൽ, ഭഗവൽ വിചാരത്തിൽ, ആ ഒന്നായിട്ടുള്ള പരബ്രഹ്മത്തിൽ തന്നെ മനസ്സിനെ ചേർത്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ശ്രീശുക മഹർഷി നഗ്നനായിരുന്നു എന്ന് പറയുമ്പോൾ മഹർഷിക്ക് അതിനെക്കുറിച്ചൊന്നും ഒട്ടും തന്നെയും ബോധ്യമുണ്ടായിരുന്നില്ല. കാരണം ദേഹത്തിൽ നിന്നും ആ ഒരു ദേഹതലത്തിൽ നിന്നും ദേവതലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ശ്രീശുക മഹർഷി. അങ്ങനെ ശ്രീശുക മഹർഷി നഗ്നനായി മുന്നേ വരുന്നു. പിന്നാലെ അനുഗമിച്ചുകൊണ്ട് ശ്രീ വ്യാസമഹർഷി വസ്ത്രങ്ങളോടുകൂടിയും വരുന്ന ഒരു സന്ദർഭത്തിൽ ദേവ്യോ ഹ്രിയാ പരിദധുർന സുതസ്യ ചിത്രം. ദേവ്യ എന്ന് പറഞ്ഞാൽ ദേവികൾ, അപ്സര സ്ത്രീകൾ, ഹ്രിയ ലജ്ജ കൊണ്ട്, പരിദധുർ പരിദധു എന്ന് പറഞ്ഞാൽ ആച്ഛാദനം ചെയ്തു. അവർ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിൽ വെച്ചിട്ട് അവർ ജലത്തിൽ ജലക്രീഡയ്ക്കായി ഇറങ്ങിയതായിരുന്നു. അവർ എളുപ്പം വ്യാസമഹർഷിയെ കണ്ടുകൊണ്ട് കരയ്ക്ക് കയറി വന്ന് വസ്ത്രമെടുത്ത് തങ്ങളുടെ ശരീരത്തെ മറച്ചു. ന സുതസ്യ ചിത്രം. സുതസ്യ എന്ന് പറഞ്ഞാൽ പുത്രന്, ന എന്ന് പറഞ്ഞാൽ ഇല്ല. ന സുതസ്യ ചിത്രം. അതേ അപ്സര സ്ത്രീകൾക്ക് പക്ഷേ നഗ്നനായ പുത്രനെ കണ്ടപ്പോൾ അങ്ങനെയൊരു ലജ്ജയുണ്ടായില്ല. ഇത് ചിത്രം അത്യത്ഭുതകരം തന്നെയാണ്. തദ്വീക്ഷ്യ പൃച്ഛതി. തദ്വീക്ഷ്യ അത് കണ്ടിട്ട്, പൃച്ഛതി ചോദിച്ചപ്പോൾ, മുനൗ മുനി ജഗതുസ്തവാസ്തി. ആ അപ്സര സ്ത്രീകൾ ജഗതുഹു തവ അസ്തി. ജഗതുഹു എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞു, എന്താ തവ അങ്ങേക്ക്, അതായത് വ്യാസഭഗവാന്, അസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ട്. സ്ത്രീ പുംഭിത, സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ഭേദവിചാരം അങ്ങേക്കുണ്ട് അല്ലയോ വ്യാസഭഗവാനെ. അതായത് ഈ സ്ത്രീകളൊക്കെ ഓടി വന്ന് വസ്ത്രങ്ങളെടുത്ത് തങ്ങളുടെ ശരീരത്തെ മറച്ചപ്പോൾ വ്യാസഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? തൊട്ടു മുൻപേ എൻ്റെ പുത്രൻ നഗ്നനായി പോയപ്പോൾ നിങ്ങൾക്ക് തോന്നാതിരുന്ന ലജ്ജ എന്തുകൊണ്ടാണ് എന്നെ കണ്ടപ്പോൾ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ ആ അപ്സര സ്ത്രീകൾ പറഞ്ഞത്, അങ്ങേക്ക് സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ഭേദമുണ്ട്. നതു സുതസ്യ, സുതസ്യ പുത്രന്, നതു പുത്രനാകട്ടെ അങ്ങനെയൊന്നില്ല. വിവിക്ത ദൃഷ്ടേ, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എപ്രകാരമുള്ളതാണ്? വിവിക്ത, വളരെ വ്യക്തമാണ്, ശുദ്ധമാണ്, പരിശുദ്ധമായിട്ടുള്ള ദൃഷ്ടിയോട് കൂടിയ ആളാണ് അങ്ങയുടെ പുത്രൻ. അങ്ങേക്കാകട്ടെ സ്ത്രീയെന്നും പുരുഷനെന്നും ഭേദമുണ്ട്. അങ്ങയുടെ പുത്രന് അത് അല്പം കൂടി ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ലജ്ജയെന്ന് പറയുന്ന വികാരം തോന്നിയില്ല. ഇവിടെ ഈ ഒരു ഒറ്റ ഉദാഹരണം തന്നെ ശ്രീശുക മഹർഷിയുടെ ആ മഹിമയെ വളരെയേറെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇവിടെ ആ ദേവസ്ത്രീകൾക്ക് പുത്രനായ ചെറുപ്പക്കാരനായിട്ടുള്ള യുവാവായിട്ടുള്ള ശ്രീശുക മഹർഷി നഗ്നനായി പോകുന്നത് കണ്ടിട്ട് തോന്നാതിരുന്ന ലജ്ജ എന്ന വികാരം വസ്ത്രം ധരിച്ചുപോയ വ്യാസമഹർഷിയെ കണ്ടുകൊണ്ട് തോന്നിയെങ്കിൽ അവിടെ ആ ഭേദബുദ്ധിയില്ലാത്ത പുത്രനെ, ഭേദബുദ്ധിയുള്ള വ്യാസഭഗവാനെ, ഇത് രണ്ടും നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ ഭേദബുദ്ധി ഉണ്ടെങ്കിൽ എത്രയോ ഉയർന്ന തലത്തിലാണ് ശ്രീശുക മഹർഷി എന്ന് കാണിച്ചു തരികയാണ്. ഭേദബുദ്ധി ഇല്ലാതെ അവിടെ എടുത്തു പറഞ്ഞു,
പരിശുദ്ധ ഭാവനയോടുകൂടിയ ദൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാൽ മാലിന്യമില്ല, നിർമ്മലമായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപമാണ് ശ്രീ ശുക മഹർഷി. അദ്ദേഹം അത് മാത്രമേ കാണുന്നുമുള്ളൂ. അതിനപ്പുറം സ്ത്രീ പുരുഷ ഭേദമോ മറ്റു ഭേദബുദ്ധിയോ അദ്ദേഹത്തിന് ഇല്ല തന്നെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വാനുയാന്തം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിദധുർന സുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗതുസ്തവാസ്തി സ്ത്രീ പുംഭിത നതു സുതസ്യ വിവിക്തദൃഷ്ടേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഒരു വരി മുഴുവനും ചേർത്ത് വായിക്കേണ്ടതാണ്. ദൃഷ്ട്വാ അനുയാന്തം ഋഷിം ആത്മജമപ്യനഗ്നം. ദൃഷ്ട്വാ അനുയാന്തമാണ്, അപ്പോൾ ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഋഷിം ആത്മജം, ദൃഷ്ട്വാനുയാന്തം ഋഷിം, അവിടെ അടുത്ത മായുടെ ആകാരം നീട്ടിയെടുക്കണം. ആത്മജം അപി അനഗ്നമാണ്, അതുകൊണ്ട് തന്നെ ആത്മജം അപി മായുടെ ആകാരം ശ്രദ്ധിക്കുക. അപ്യനഗ്നം, പ്യ എന്ന അക്ഷരത്തിൻ്റെ ആകാരവും ശ്രദ്ധിക്കുക. പിന്നെ പരിദധുർന, ന എന്ന അക്ഷരം കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ജഗതുസ്തവാസ്തി, അവിടെയും തവ അസ്ഥിയാണ്. പിന്നെ വിവിക്ത ദൃഷ്ടേ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.